ഹരേ കൃഷ്ണ. ഗുരുവായൂർ ക്ഷേത്രത്തിൽ വഴിപാടായി സമർപ്പിച്ച കരിഞ്ഞതും പൊട്ടിയതുമായ ഒരു ചിരട്ടയപ്പം മേൽശാന്തി പുറത്തേക്ക് കളയാൻ നോക്കിയപ്പോൾ സാക്ഷാൽ ഗുരുവായൂരപ്പൻ അശരീരി മുഴക്കി തടഞ്ഞ ആ യഥാർത്ഥ അത്ഭുതം നിങ്ങൾക്കറിയാമോ? പണ്ട് ദരിദ്രനായ ഒരു ഗുരുവായൂരപ്പ ഭക്തനുണ്ടായിരുന്നു. ഭഗവാന് സമർപ്പിക്കാൻ വേണ്ടി തൻ്റെ കുടിലിൽ നിന്നും സ്വന്തമായി ഒരു ചിരട്ടയപ്പം ചുട്ടെടുത്തു. എന്നാൽ ദാരിദ്ര്യം കാരണം നല്ല സാധനങ്ങൾ ഇല്ലാത്തതുകൊണ്ട് ആ അപ്പം കരിഞ്ഞു പോവുകയും പല കഷ്ണങ്ങളായി പൊട്ടിപ്പോവുകയും ചെയ്തു. സങ്കടത്തോടെ ആ ഭക്തനുണ്ടാക്കിയ ആ അപ്പം ക്ഷേത്രത്തിൽ കൊണ്ടുവന്ന് മേൽശാന്തിയുടെ കയ്യിൽ കൊടുത്തു. എന്നാൽ ആ കരിഞ്ഞ ചിരട്ടയപ്പം കണ്ട് ദേഷ്യം വന്ന മേൽശാന്തി അത് ഭഗവാന് നിവേദിക്കാതെ ദൂരേക്ക് വലിച്ചെറിയാൻ നോക്കി. ആ പാവം കണ്ണീരോടെ വിങ്ങിപ്പൊട്ടിക്കരഞ്ഞു. മേൽശാന്തി ആ അപ്പം പുറത്തേക്ക് കളയാൻ ആഞ്ഞ നിമിഷം ശ്രീകോവിലിനുള്ളിൽ നിന്നും സാക്ഷാൽ ഗുരുവായൂരപ്പൻ്റെ അശരീരി മുഴങ്ങി. മേൽശാന്തി, ആ അപ്പം കളയരുത്. ആ കരിഞ്ഞ അപ്പക്കഷ്ണങ്ങളാണ് എനിക്ക് ഏറ്റവും രുചിയുള്ളത്. അതെനിക്ക് സമർപ്പിക്കൂ. അത് കേട്ട് മേൽശാന്തി ഭയന്ന് വിറച്ച് ആ അപ്പം ഭഗവാന്റെ തിരുവിഗ്രഹത്തിന് മുന്നിൽ സമർപ്പിച്ചു. ഈ യഥാർത്ഥ അത്ഭുതത്തിന് ശേഷമാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ അപ്പം വഴിപാട് ഇത്രയും പ്രശസ്തമായത്. ഭഗവാന് വേണ്ടത് പണമല്ല, സ്നേഹത്തോടെയുള്ള ഭക്തിയാണ്. മേൽശാന്തി അത് ചെയ്തത് മനഃപൂർവ്വമല്ല. കരിഞ്ഞതോ പൊട്ടിയതോ ആയ ആഹാരം ഭഗവാന് സമർപ്പിക്കരുത്. ക്ഷേത്ര നിയമങ്ങൾ പാലിക്കാൻ മാത്രമാണ് അദ്ദേഹം നോക്കിയത്. പക്ഷേ നമ്മുടെ ഗുരുവായൂരപ്പൻ നിയമങ്ങളെക്കാൾ വലിയ വില നൽകുന്നത് ഭക്തന്റെ ശുദ്ധമായ സ്നേഹത്തിനാണെന്ന് തെളിയിക്കുന്നതായിരുന്നു ആ അത്ഭുതം.